ഇന്ന് നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പഴുത്ത ചക്കൻ്റെ കുരുയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ എടുത്തേം പാടായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. ഇതിൻ്റെ മേലത്തെ തൊലിയൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ തൊലി നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒഴിവാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചക്കക്കുരു അങ്ങനെ ക്ലീൻ ആക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ ഒരു 5-6 ചക്കക്കുരു ഞാൻ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ചതുക്കി കൊടുക്കണം. അപ്പോൾ ഈ ഇടിക്കല്ല് വെച്ചിട്ട് 2 കുത്തു കുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി ഇതേപോലെ ഇങ്ങനെ കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. എളുപ്പമാണ് ഇങ്ങനെ ചെയ്ത് നോക്ക്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പഴുത്ത ചക്കൻ്റെ എടുത്ത് മാറ്റിയതാണല്ലോ. എടുത്ത് മാറ്റിയ പാടാണ് ഞാൻ ഈ ഒരു പണിയെടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇത് ഒഴിവാകാൻ ഇച്ചിരി പണിയെടുക്കുന്നത്. അപ്പോൾ അത് കത്തി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ തോണ്ടി കൊടുത്താൽ പെട്ടെന്ന് ഒഴിവാക്കി കിട്ടും. ഇതേപോലെ മുഴുവൻ ചക്കക്കുരുവിൻ്റെ തൊലിയും കളഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ ചക്കക്കുരുവിൻ്റെ തൊലി ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇതിൻ്റെ ചുവന്ന ഭാഗം ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, അത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അതിനെക്കൊണ്ട് അത് അവിടെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് ഞാനൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് കഴുകിയതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ക്ലീൻ ആക്കിയതിന് ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കിയതാണ്. ഈ ഒരു റെസിപ്പി നമ്മളെ മയോണൈസൊക്കെ അടിച്ചിട്ടില്ലേ, അതിൻ്റെ ഒപ്പരമൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ എന്തിൻ്റെ ടേസ്റ്റാണ് വരുന്നതെന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഇതിന് ഈ ഒരു ചക്കക്കുരുവിൻ്റെ റെസിപ്പി എന്തിൻ്റെ ടേസ്റ്റാണ് വരുന്നത് അതും കൂടി പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നവർ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെ. ഇനിയിപ്പോൾ ചക്കക്കുരു മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വലിയ ഉള്ളിയാണ് കേട്ടോ. ഒരു പകുതി വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 3 പച്ചമുളകാണ് എടുത്തത്. അതിന് എരിവ് കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളക് എടുത്തത്. പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാത്രം മതിയാവും കേട്ടോ. ഞാനിപ്പോൾ അതാ വീഡിയോയിൽ കാണുന്നില്ല, അത്രയും മതിയാവും. പിന്നെ ഞാൻ അധികം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം തന്നെ ഒരു കൂടിൻ്റെ ഒരു പകുതി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല ജീരകമാണ് കേട്ടോ. നല്ല ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടി കേട്ടോ. നമ്മളെ ബിരിയാണി മസാലപ്പൊടിയില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാത്രം ഞാൻ കസൂരി മേത്തി ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല, ഒന്നും കൂടി ടേസ്റ്റ് കൂടും നമ്മളത് കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത്. പിന്നെ ചക്കക്കുരു ഒരു ഗ്യാസാണല്ലോ സംഭവം. അപ്പോൾ അതിനെ കൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ നല്ല ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനെ കൊണ്ട് ഗ്യാസുള്ളവർക്കും കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഗ്യാസൊന്നും കുടുങ്ങുന്നില്ല. അപ്പം നല്ലോണം തന്നെ നമ്മൾ നല്ല ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ ലാസ്റ്റ്. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. ആദ്യം ഞാൻ ഇതുപോലെയാണ് അടിച്ചെടുത്തത്. നല്ലോണം അടിഞ്ഞിക്കില്ല കേട്ടോ. ഒന്നുകൂടി നല്ലോണം അടിച്ചെടുക്കണം. ഒന്നുകൂടി നല്ലോണം അടിഞ്ഞ് വന്നാലാണ് നമ്മൾ ബാക്കിയുള്ള മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ ചക്കക്കുരു നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചക്കക്കുരു അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിങ്ങനെ പിരിവിരിങ്ങനാട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്നിക്കൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ അല്ല 1.5 ടേബിൾ സ്പൂൺ വരെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അധികമായി പോകരുത് കേട്ടോ. നമ്മളെ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട്, അധികം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. ചക്കക്കുരുവിൻ്റെ അടുത്ത് വെള്ളം ഉണ്ടാകും സാധാരണയായിട്ട്. നമ്മളൊന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് അധികം ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് മാത്രം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത്തിരി മതി. ഇനിയിപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഒന്ന് കൈവച്ചൊന്ന് കുഴച്ച് കൊടുക്കുക. ഇതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയോ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മളിതാ ഇതേപോലെ ഇങ്ങനെ ഉരുട്ടി നോക്കുക കേട്ടോ. പാകം വെച്ചാൽ നമുക്ക് ഉരുട്ടി ഇങ്ങനെ പരത്തി എടുക്കേണ്ട പാകത്തിൽ കിട്ടുക വെച്ചാൽ നമുക്കിത് കറക്റ്റ് ഇതാണ് കേട്ടോ, പൊരിച്ചെടുക്കേണ്ട ഒരു പാകമാണ്. കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തി കേട്ടോ, ഒരു ലേശം മതി. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇപ്പം കറക്റ്റാണ് കേട്ടോ. എനിക്കൊരു പശർമ പോലൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് ഞാൻ ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ. ഉരുട്ടിയെടുത്തിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കട്ടോ.
കൈൻ്റെ അടിയിൽ ലേശം എണ്ണ തടവി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ പരിപ്പ് വടക്കൊക്കെ പരത്തുന്നില്ലേ, ഉരുട്ടി വെച്ചിട്ട് ആക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. ഇത് ഏകദേശം നമ്മളെ ഫലാഫിലൊക്കെ പൊരിക്കുന്നില്ലേ, വെള്ളക്കടല വെച്ചിട്ട് ഫലാഫിൽ പൊരിക്കുന്നില്ലേ, ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ചക്കക്കുരു പൊരിച്ചതിന്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് ചെയ്ത് നോക്ക്. ഞാൻ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് എനിക്ക് ഈ ഒരു റിസൾട്ട് കിട്ടി കേട്ടോ. അപ്പോൾ മയണൈസോ അല്ലെങ്കിൽ നമ്മളെ ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പി, ഈ ഒരു ഫുഡ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. വൈകുന്നേരം കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ആക്കി കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇതിപ്പോൾ. അപ്പോൾ ഞാനിതിപ്പം മുഴുവനായിട്ടൊന്ന് ഇതേപോലെ പൊരിച്ചെടുക്കട്ടെ കേട്ടോ. നമ്മളിപ്പോൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ഇടട്ടോ, പൊടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിച്ചിട്ട് ഇടുക. അപ്പോൾ അത് കറക്റ്റ് പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് ഞാൻ പൊരിച്ചിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ പരിപ്പ് വടമൊക്കെ പൊരിക്കുന്നില്ലേ, അതേപോലെ നമ്മൾ ഫലാഫിലൊക്കെ പൊരിക്കുന്നില്ലേ, അതേപോലെ തന്നെ രണ്ട് ഭാഗവും നല്ലോണം ഒന്ന് ചോപ്പിച്ചിട്ടെടുക്കുക. ശ്രദ്ധിച്ചിട്ട് മറിച്ചിട്ട് കേട്ടോ, ഇത് പൊടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നല്ല ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തതിന് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റായിരുന്നു ഇതിന്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് വന്നു, അതുപോലെ തന്നെ മുകൾ ഭാഗം മൊരിഞ്ഞും കൊണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, നല്ല കറുമുറ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മയണൈസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കുത്തി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പുതിയ വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.